കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. നവോത്ഥാന കേരളത്തിനാകെ നാണക്കേടായ ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നുള്ളത്. 45 ദിവസമായി വീടിനുള്ളിൽ ആഭിചാരക്രിയകൾ നടത്തിയിരുന്ന യുവാവ് സ്വന്തം പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വിവരമറിഞ്ഞെത്തിയ പോലീസിന് കാണാൻ കഴിഞ്ഞത് പൂജാമുറിയിൽ ചോരയിറ്റി വീഴുന്ന കോഴിത്തലയും മുടി കരിച്ചതിൻ്റെ അടയാളങ്ങളുമൊക്കെയാണ്. വീടിൻ്റെ 2ാം നിലയുടെ മേൽക്കൂരയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ വിഷ്ണു എന്ന യുവാവിനെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് താഴെയിറക്കിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേര് വേദരുദ്രൻ. പങ്കുവച്ചിരിക്കുന്നതാകട്ടെ തൃശ്ശൂലം പിടിച്ചു നിൽക്കുന്ന ചിത്രമടക്കമുള്ളവ. കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകളിലും വൈദഗ്ധ്യം, മാന്ത്രിക സിദ്ധിയുണ്ടെന്നാണ് ഇയാളുടെ അവകാശവാദം. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് തൃശ്ശൂരിലെ വിഷ്ണു എന്ന യുവാവിൻ്റെ ജീവിതം. മാതാപിതാക്കളെ ഇറക്കിവിട്ട ശേഷം കഴിഞ്ഞ 45 ദിവസമായി വീടിനുള്ളിൽ ആഭിചാരക്രിയകൾ നടത്തുകയായിരുന്നു ഈ യുവാവെന്നാണ് പോലീസ് പറയുന്നത്. വീടിൻ്റെ രേഖകൾ എടുക്കാനെത്തിയ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം വീടിന് മുകളിൽ കയറി ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ താഴെയിറക്കിയ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ശൂലം പിടിച്ചു നിൽക്കുന്ന വിഷ്ണുവിന്റെ ചിത്രം, തലമുടി കത്തിച്ചതിന്റെ അടയാളങ്ങൾ, ചോരയിലിറ്റുന്ന കോഴിത്തല. രവിക്ക് വെട്ടേറ്റതെറിഞ്ഞ് വീട്ടിലെത്തിയ പോലീസ് വിഷ്ണുവിന്റെ മന്ത്രവാദ മുറിയിലെ കാഴ്ചകൾ കണ്ട് ഞെട്ടി. പതിനെട്ടാം നൂറ്റാണ്ടിലെ ആഭിചാരക്രിയകളെയും ദുർമന്ത്രവാദികളെയും ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകൾക്ക് സമാനമായ അന്തരീക്ഷം. തന്റെ ദുർമന്ത്രവാദ ക്രിയകൾക്ക് മറ്റാരുടെയും സാന്നിധ്യം വിഷ്ണു ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടുതന്നെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ശേഷമായിരുന്നു ആഭിചാരം നടത്തിയിരുന്നത്. കഴിഞ്ഞ 45 ദിവസമായി വിഷ്ണു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. മാതാപിതാക്കൾക്ക് പുറമെ ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ ആർക്കും ഈ വീട്ടിൽ കയറാൻ അനുവാദമുണ്ടായിരുന്നില്ല. ലൈഫ് മിഷനിൽ വീട് പാസ്സായപ്പോൾ രേഖകൾ എടുക്കാനാണ് മകന്റെ വിലക്ക് മറികടന്ന് രവി ഇവിടെ എത്തിയത്. സ്ഥലത്തിന്റെ രേഖകൾ എടുക്കാനെത്തിയ ഇയാളെ വിഷ്ണു ആക്രമിക്കുകയും വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ആയിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. വീടിന്റെ 2ാം നിലയുടെ മേൽക്കൂരയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി നിൽക്കുകയായിരുന്നു വിഷ്ണു. ഇതോടെ പോലീസും ഫയർഫോഴ്സും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. വാതിലുകളും ജനലുകളും പൊളിച്ച് വിഷ്ണുവിനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഏറെ ശ്രമിച്ചാണ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തത്. കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകൾ വശമുള്ള ആളാണ് വിഷ്ണുവെന്ന് നാട്ടുകാർ പറയുന്നു. മകന്റെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ രവിയെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് 18 തൃശൂർ. കോട്ടയം കുറുവിലങ്ങാട് കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കാണക്കാരി സ്വദേശിയായ സാം കെ ജോർജ് 2ാം ഭാര്യ ജെസ്സിയെ കൊന്ന് കൊക്കയിൽ തള്ളിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് സൂചന. 1994 ജെസ്സിയും സാമും വിവാഹിതരാകുന്നത്. സാമിന്റെ ആദ്യ ഭാര്യ പ്രസവിച്ച ദിവസം ബംഗളൂരുവിലെ പള്ളിയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. പിന്നീട് ഇക്കാര്യം അറിഞ്ഞ് ആദ്യ ഭാര്യ കുഞ്ഞിനെ സാമിനെ ഏൽപ്പിച്ച് ബന്ധം ഉപേക്ഷിച്ചു പോയി. 2 മക്കൾ ജനിച്ചെങ്കിലും വർഷങ്ങളായി സാമും ജെസ്സിയും സ്വരച്ചേർച്ചയിലായിരുന്നില്ല. വിദേശ വനിതകളടക്കമുള്ളവരുമായി സാമിനുള്ള ബന്ധമായിരുന്നു ഇതിന് പ്രധാന കാരണം. വർഷങ്ങളായി ജെസ്സി വീടിന്റെ താഴത്തെ നിലയിലും സാം മുകൾ നിലയിലുമായിരുന്നു താമസം. പരസ്ത്രീ ബന്ധത്തെ എതിർത്തതും വീടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കോടതി വിധി എതിരാകുമെന്ന ഭയവുമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബംഗളൂരുവിൽ നിന്ന് സാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇറാനിയൻ യുവതിയും ഇയാൾക്കൊപ്പമുണ്ടായിരുന്നു. പ്രതി സാം ജോർജിനെ കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.
ഒടുവിൽ ജെസ്സിയുടെ തിരോധാനത്തിന് ഉത്തരമായി. സ്വന്തം ഭർത്താവ് നടത്തിയ അതിക്രൂരമായ കൊലപാതകം. കഴിഞ്ഞ മാസം 26 മുതലാണ് ജെസ്സിയെ കാണാതാകുന്നത്. ജെസ്സിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. ഭർത്താവ് സാമിനെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തതോടെയാണ് ദുരൂഹതയുടെ ചുരുളഴിഞ്ഞത്. ഒടുവിൽ അന്വേഷണ സംഘത്തോട് സാം എല്ലാം തുറന്നു പറഞ്ഞു. സാം ജോർജും ജെസ്സിയും 3 കുട്ടികളും കഴിഞ്ഞ 15 വർഷമായി രത്നഗിരി പള്ളിക്ക് സമീപമുള്ള ഇരുനില വീട്ടിൽ മുകളിലും താഴെയുമായി പരസ്പരം ബന്ധമില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു. മക്കൾ 3 വിദേശത്ത് പോയതിനു ശേഷം കഴിഞ്ഞ 6 മാസമായി ജെസ്സി ഒറ്റയ്ക്കാണ് കഴിഞ്ഞത്. ജോലി ആവശ്യത്തിനായി സാം ജോർജും വിദേശത്തായിരുന്നു. സാം ജോർജ് കഴിഞ്ഞ 6 മാസമായി MG യൂണിവേഴ്സിറ്റിയിൽ ടൂറിസം ബിരുദാനന്തര ബിരുദ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു. ദമ്പതികൾ തമ്മിൽ വഴക്ക് തുടർന്നതോടെ ഒരു വീടിന്റെ 2 നിലകളിലായി താമസം. വീട്ടിൽ സമാധാനപരമായി താമസിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട ജെസ്സി നൽകിയ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. സാമിന് ഇതേ വീട്ടിൽ തന്നെ താമസിക്കാൻ ജെസ്സി അനുവാദവും നൽകി. വീട്ടിൽ കയറാതെ പുറത്തുനിന്ന് സ്റ്റെയർകേസ് പണിത് അതുവഴിയായിരുന്നു സാം മുറിക്കുള്ളിലേക്ക് പോകാറുള്ളത്. വിദേശ വനിതകളെ അടക്കം സാം വീട്ടിൽ കൊണ്ടുവരുന്നതിനെ ജെസ്സി എതിർത്തത് പലപ്പോഴും ഒച്ചപ്പാടിന് ഇടയാക്കി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിയറ്റ്നാം സ്വദേശിനി ഇവിടെ എത്തുകയും ജെസ്സിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ജെസ്സിയെ കൊല്ലുമെന്ന് സാം വിയറ്റ്നാം സ്വദേശിനിയെ അറിയിച്ചു. ഈ വിവരം ജെസ്സിയെ അവർ അറിയിച്ചതിന് പിന്നാലെ ജെസ്സിയും സാമും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ ഭാര്യയെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട സാം കോടതിയെ സമീപിച്ചു. കോടതി വിധി തനിക്കെതിരാകുമെന്ന് കരുതിയ സാം ജെസ്സിയെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. സെപ്റ്റംബർ 26 വൈകിട്ട് 6 മണിയോടെ ഇയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. രാത്രി 1 മണിയോടെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി ഇടുക്കി ജില്ലയിൽ ഉടുമ്പന്നൂർ ഭാഗത്ത് റോഡിന്റെ ഓരത്ത് 50 അടിയോളം താഴ്ചയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ന്യൂസ് 18 കോട്ടയം, ഇടുക്കി. ചേർത്തലയിലെ സൈക്കോ ക്രിമിനൽ സെബാസ്റ്റ്യൻ നടത്തിയ കൊലപാതക പരമ്പര ആരെയും ഞെട്ടിക്കുന്നതാണ്. കൊല്ലപ്പെട്ട ബിന്ദു പത്മനാഭന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇയാൾക്ക് കൂട്ടുനിന്നതായി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സർക്കാർ ജപ്തി ചെയ്ത ഭൂമി ഉൾപ്പെടെ റവന്യൂ രേഖകളിൽ തിരിമറി നടത്തി സെബാസ്റ്റ്യനും ചേർത്തലയിലെ ആധാരമെഴുത്തുകാരൻ രാധാകൃഷ്ണനും ചേർന്ന് തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. പരാതികളുടെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് കണ്ടെത്തി ഭൂമി ഇവരിൽ നിന്ന് തിരിച്ചുപിടിച്ചെങ്കിലും കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയോ തട്ടിപ്പുകാർക്കെതിരെയോ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ഈ കാണുന്ന 1 ഏക്കർ ഭൂമി ഉൾപ്പെടെ 3 ഏക്കർ സ്ഥലമാണ് സെബാസ്റ്റ്യനും ചേർത്തലയിലെ ആധാരമെഴുത്തുകാരൻ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന സംഘം ബിന്ദുവിൽ നിന്ന് പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്തത്. ഇപ്പോൾ ബിന്ദു പത്മനാഭന്റെ പേരിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ല. എന്നാൽ ബിന്ദുവിന്റെ മറവിൽ നടന്ന വൻ ഭൂകൊള്ളയിൽ റവന്യൂ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കാളികളായതിന്റെ നേർചിത്രമാണ് ഇനി കാണാൻ പോകുന്നത്. അബ്കാരി കുടിശ്ശിക ലേലത്തിന്റെ ഭാഗമായി ആലപ്പുഴ സബ് കളക്ടർ പുറത്തിറക്കിയ ഉത്തരവാണിത്. ഉത്തരവ് പ്രകാരം കടക്കരപ്പള്ളി വില്ലേജിൽ തണ്ടപ്പേർ നമ്പർ 4306 സർവേ നമ്പർ 138/5 അംബികാദേവി എന്ന ബിന്ദു പത്മനാഭന്റെ അമ്മയുടെ വസ്തുക്കൾ 4/12/97 ജപ്തി ചെയ്തതായി കാണിക്കുന്നു. എന്നാൽ താലൂക്ക് ഓഫീസിലെ ബാധ്യതാ രജിസ്റ്ററിൽ 1997 സർക്കാർ ജപ്തി ചെയ്ത അംബികാദേവിയുടെ ഈ ഭൂമി ബിന്ദു പത്മനാഭൻ ആധാരമെഴുത്തുകാരൻ രാധാകൃഷ്ണന്റെ ഭാര്യയായ ശ്രീലതയ്ക്ക് 2003 വിറ്റതായി കാണിക്കുന്നു. അംബികാദേവിയുടെ ഭൂമി, അതും തണ്ടപ്പേർ രജിസ്റ്ററിൽ സർക്കാർ ജപ്തി ചെയ്തതായി രേഖപ്പെടുത്തിയ ഭൂമി എങ്ങനെ ബിന്ദുവിന് വിൽക്കാനായി എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. എങ്ങനെ നടന്നു എന്നുള്ളത്
രജിസ്ട്രാർ ഓഫീസിൽ കഴിഞ്ഞിട്ട് ഇവിടെ വരത്തുള്ളൂ. അല്ല, എന്നാലും ഇവിടെ നടന്നല്ലോ. ഇവിടെ ഇതില് രൂപേഷ് 94 ഈ ഒരു അറ്റാച്ച്മെന്റ് ഇതിനകത്തുള്ള സാധനം ഇവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? ഈ അറ്റാച്ച്മെന്റ് മറികടന്നിട്ട് ഇവിടം വരെ എങ്ങനെ വന്നു? രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഫേക്ക് സാധനം ഇവിടെ കൊണ്ടുവന്ന് പോക്കൂർ ചെയ്യും. ഇവിടെ പട്ടണക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ സെബാസ്റ്റ്യൻ സാക്ഷിയായി ബിന്ദു പത്മനാഭൻ രാധാകൃഷ്ണന്റെ ഭാര്യ ശ്രീലതയ്ക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയ ആധാരത്തിന്റെ പകർപ്പുകളും ന്യൂസ് 18 ലഭിച്ചു. ആധാരം രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല, തണ്ടപ്പേ രജിസ്റ്ററിൽ അംബികാദേവിയുടെ ഭൂമിയാണെന്നിരിക്കെ അതും സർക്കാർ ജപ്തി ചെയ്ത ഭൂമിയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കെ അതേ ഓഫീസിൽ തന്നെ ശ്രീലതയുടെ പേരിൽ ഈ ഭൂമി വില്ലേജിൽ പോക്കുവരവ് ചെയ്തു നൽകി. പിന്നീട് പരാതിയുടെ അടിസ്ഥാനത്തിൽ 27/4/2010 ചേർത്തല തഹസിൽദാർ തന്നെ ശ്രീലതയ്ക്ക് നൽകിയ ഭൂമിയുടെ പോക്കുവരവ് റദ്ദ് ചെയ്തിരിക്കുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്താനായി. ഇത്രയധികം തട്ടിപ്പുകൾ റവന്യൂ രജിസ്ട്രേഷൻ ഓഫീസുകളുടെ അറിവോടെ നടന്നിട്ടും പിന്നീട് അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടും ഒരു നടപടിയും 2010 ഇത് കണ്ടെത്തിയ ഉദ്യോഗസ്ഥൻ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ കൈക്കൊണ്ടില്ല. സെബാസ്റ്റ്യന്റെയും രാധാകൃഷ്ണന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഭൂമാഫിയയുടെ ഇടപെടൽ ഒരു സ്ത്രീയെ തന്നെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റി. കൊല മാത്രമല്ല, കൊലയ്ക്ക് സാഹചര്യമൊരുക്കിയവരും നിയമത്തിന് മുന്നിൽ എത്തേണ്ടതുണ്ട്. ബിന്ദുവിന്റെ ഭൂമി തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളിൽ വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിനെല്ലാം തന്നെ സെബാസ്റ്റ്യനും കൂട്ടാളികൾക്കും ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയും ചെയ്തു. സമഗ്രമായ ഒരു അന്വേഷണം സർക്കാർ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നടത്തണം. കുറ്റക്കാർ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പുനലൂർ മുക്കടവ് ആളുകേറാമലയിലെ റബ്ബർ തോട്ടത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ കണ്ട മൃതദേഹം ആരുടേതാണ്? 2 ആഴ്ചയോടെടുക്കുമ്പോഴും കേസിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കൊല്ലപ്പെട്ട ആളെക്കുറിച്ചോ കൊല നടത്തിയവരെക്കുറിച്ചോ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ മാസം 23-നാണ് മുക്കടവ് പാലത്തിന് സമീപം ചെങ്കുത്തായ മലമുകളിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. 2 ആഴ്ച പിന്നിടുമ്പോഴും കൊല്ലപ്പെട്ടതാരെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. വലത്ത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തീവച്ച് മുഖം വികൃതമാക്കിയിരുന്നു. മൃതദേഹത്തിനടുത്ത് നിന്ന് കീറിയ നിലയിൽ ഒരു ബാഗും അതിലൊരു മിഠായിയും കുറച്ച് നാണയത്തുട്ടുകളും ഒഴിഞ്ഞ കന്നാസുകുപ്പിയും കത്രിക എന്നിവയും കണ്ടെത്തിയിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 40-നും 50-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ളയാളാണ് കൊല്ലപ്പെട്ടതെന്നും ഇടതുകാലിന് സ്വാധീനമില്ലെന്നും കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധനകളെല്ലാം നടത്തി. കാണാതായവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും തുമ്പൊന്നും കിട്ടിയില്ല. 20-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ദക്ഷിണമേഖല DIG സജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. പോലീസിന് ലഭിച്ച ചില നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇതര സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. എറണാകുളം തിരുവാണിയൂരിലെ 3 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ അമ്മ മാത്രമാണ് ഈ കേസിലെ പ്രതി. ചെങ്ങമനാട് പോലീസ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 101 സാക്ഷികളുണ്ട്. കുട്ടിയെ പീഡിപ്പിച്ച ചെറിയച്ഛനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു. പുത്തൻകുരിശ് പോലീസ് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്.
2025 മെയ് 19 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന 3 വയസ്സുകാരി അന്ന് കാണാതാവുകയായിരുന്നു. കുട്ടിയെ കാണാതായതായി പിതാവ് പോലീസിൽ പരാതി നൽകി. ആദ്യം അമ്മ നൽകിയ മൊഴിയിൽ ആലുവയിൽ ബസ്സിൽ യാത്രക്കിടെ കുട്ടിയെ കാണാതായെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അമ്മയും കുഞ്ഞും ഒരുമിച്ച് സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. ഇതോടെ മൊഴിയിൽ സംശയം തോന്നിയ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് യുവതി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. മൂഴിക്കുളം പാലത്തിൽ നിന്നാണ് അമ്മ കുഞ്ഞിനെ താഴെ എറിഞ്ഞത്. അടുത്ത ദിവസം നടത്തിയ തിരച്ചിലിൽ ചാലക്കുടി പുഴയിൽ നിന്നാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിനോട് അച്ഛൻ്റെ കുടുംബം കാണിച്ച അമിത വാത്സല്യവും അതിനെ തുടർന്ന് അമ്മ നേരിട്ട ഒറ്റപ്പെടലും വിഷാദവുമാണ് കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ തടസ്സമായി തോന്നിയെന്നാണ് ഇവരുടെ മൊഴി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നാണ് ലൈംഗിക പീഡനത്തിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പിന്നീട് പുറത്തു വന്നത്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ മുറിവുകളും ആന്തരിക പരിക്കുകളും ലൈംഗിക പീഡനത്തിൻ്റേതാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. അച്ഛൻ്റെ സഹോദരനാണ് കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കൊല്ലപ്പെടുന്നതിന് മുൻദിവസവും ഇയാൾ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നതായും തെളിവുകൾ ലഭിച്ചു. കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ കണ്ട പരിക്കുകൾ പ്രതിയുടെ ലൈംഗിക വൈകൃതത്തിൻ്റെ തെളിവുകളാണെന്ന് പോലീസ് പറയുന്നു. പ്രതികളായ അമ്മയ്ക്കും പിതാവിൻ്റെ സഹോദരനുമെതിരെ ശക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം ബാലരാമപുരത്ത് ദേവേന്ദു എന്ന പിഞ്ചുകുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവം കേരള മനസാക്ഷിയെ നടുക്കിയതാണ്. സംഭവത്തിൽ കുട്ടിയുടെ അമ്മാവിന് പിന്നാലെ അമ്മ ശ്രീധുവും അറസ്റ്റിലായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശ്രീധുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുലർച്ചെയാണ് ബാലരാമപുരത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. ശ്രീധു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ശ്രീധുവിനെ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തുടർന്നാണ് ബാലരാമപുരം പോലീസ് പുലർച്ചെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുത്തത്. കേസ് അന്വേഷണത്തോട് ആദ്യം മുതൽ തന്നെ ഇവർ സഹകരിച്ചിരുന്നില്ല. ഇപ്പോഴും അതേ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ മാസം 6 വരെയാണ് ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി. ജനുവരി 30-നാണ് 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം വീട്ടിലെ കിണറ്റിൽ കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ മാത്രമായിരുന്നു പ്രതിപ്പട്ടികയിൽ. ഹരികുമാർ നൽകിയ മൊഴിയും ഫോറൻസിക് പരിശോധനാ ഫലവും അടിസ്ഥാനമാക്കിയാണ് ശ്രീധുവിനെ കഴിഞ്ഞയാഴ്ച 2ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത്. കേസിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ട്. അടുത്തയാഴ്ച കുറ്റപത്രം നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കാപ്പാക്കസ് പ്രതിയുടെ അതിക്രമവും നഗ്നതാ പ്രദർശനവും. സെൻട്രൽ പോലീസ് പിടികൂടിയ തൃശൂർ സ്വദേശി സെജിൻ സ്റ്റാൻലിയാണ് വനിതാ ഡോക്ടറോടക്കം മോശമായി പെരുമാറിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് നാട് കടത്തിയ പ്രതിയാണ് സെജിൻ. നിന്നെ പണി 8 വയസ്സിലെ ചക്കനെ വെച്ച് നിന്നെ പണിയും. എനിക്കറിയാം വിലങ്ങ് വെക്കണോ ആ ഹോസ്പിറ്റലിലേക്ക് തനിക്കാൻ അറിയില്ലേ?
വിലങ്ങേക്കണമെന്നറിയില്ലേ? ഇതിന്റെ ഇടയ്ക്കല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായ ആരുടെ മേത്ത് തന്റെ കുഞ്ഞമ്മയുടെ മേത്തൊന്നും ഞാൻ കയറി പിടിച്ചിട്ടില്ലല്ലോ. തനിക്ക് പൈസ എനിക്ക് എന്റെ ആവശ്യമാണ്. ബാറിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് സ്റ്റെജിൻ സ്റ്റാൻലിയെ പോലീസ് പിടികൂടിയത്. യുവതിയോട് അടക്കം അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായാണ് ഇയാളെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ എത്തിയപ്പോൾ സ്ഥിതി രൂക്ഷമായി. വനിതാ ഡോക്ടറോടും ജീവനക്കാരോടും മാത്രമല്ല, കസ്റ്റഡിയിലെടുത്ത പോലീസുകാരെയും സ്റ്റെജിൻ ഭീഷണിപ്പെടുത്തി തുടങ്ങി. എന്റെ കുടുംബത്തെ പണി ഈ വീഡിയോ ഞാനാ പറഞ്ഞു. നിന്നെ പണി 8 വയസ്സിലെ ചക്കനെ വെച്ച് പണി. പോലീസ് വളരെ പണിപ്പെട്ടാണ് ഇയാളെ ആശുപത്രിയിൽ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ സ്റ്റെജിൻ സ്റ്റാൻലിയെ കാപ്പ ചുമത്തിയാണ് തൃശ്ശൂരിൽ നിന്ന് കടത്തിയത്. അയൽ ജില്ലകളിൽ നിന്ന് കാപ്പ കേസിലെ പ്രതികൾ എറണാകുളത്ത് തമ്പടിക്കുന്നത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കൊച്ചിയിലെത്തുകയും സ്വന്തമായി ഗുണ്ടാ സംഘമുണ്ടാക്കി കൊട്ടേഷൻ സംഘങ്ങളായി മാറുകയും ചെയ്യുകയാണ്. ഇവർ പലരും ലഹരിക്ക് അടിമകളുമാണ്. എന്റെ കുടുംബത്തെ പണി ഈ വീഡിയോ ഞാനാ പറഞ്ഞു. നിന്നെ പണി 8 വയസ്സിലെ ചക്കനെ വെച്ച് പണി. എനിക്കൊരു ഞാൻ മെഡിക്കലിന് എനിക്കറിയാം. വിലങ്ങ് വെക്കണോ ആ ഹോസ്പിറ്റലിലേക്ക് തനിക്കാൻ അറിയില്ലേ? വിലങ്ങ് വെക്കണമെന്നറിയില്ലേ? ഇതിന്റെ ഇടയ്ക്കല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായ ന്യൂസ് 18 കൊച്ചി. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അതിന് തുരങ്കം വയ്ക്കുന്ന ചിലരുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരള ടൂറിസത്തിന് അവമതിപ്പുണ്ടാക്കുന്നതാണ് ഇത്തരം പ്രവൃത്തികൾ. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വിനോദസഞ്ചാരിക്ക് ക്രൂരമർദ്ദനമേറ്റു. ബീച്ചിൽ കുളിക്കാനിറങ്ങിയ ഗ്രീക്ക് പൗരൻ റോബർട്ടിനാണ് മർദ്ദനമേറ്റത്. ബീച്ചിൽ വാട്ടർ സ്പോർട്സ് നടത്തുന്ന ജീവനക്കാരാണ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം ഗ്രീസ് സ്വദേശി റോബർട്ടിന്റെ മൊബൈൽ ഫോൺ ബീച്ചിൽ നഷ്ടപ്പെട്ടിരുന്നു. ഇതന്വേഷിച്ച് ബീച്ചിലെത്തുകയും തുടർന്ന് കടലിൽ കുളിക്കാനിറങ്ങുകയും ചെയ്തു. ഈ സമയം വാട്ടർ സ്പോർട്സ് നടത്തിപ്പുകാരായ തൊഴിലാളികൾ ഇദ്ദേഹത്തെ കടലിലിറങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു. തുടർന്ന് റോബർട്ടും ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടാവുകയും വാട്ടർ സ്പോർട്സ് ജീവനക്കാർ ഇദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. റോബർട്ടിനെ വലിച്ചിഴച്ച് പാപനാശം ടൂറിസം പോലീസ് ഓഫീസിന് മുന്നിൽ കൊണ്ടിടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് സംഘം പിന്മാറുകയായിരുന്നു. This man hit me. This man hit me 20 times with metal stick, with bamboo stick, with his legs, with every place he is in the body. I'm stop talking. Please help me. Please, Indian people, help me. Help me, please. Help. I came here to help you with my house project. Tiny house, not global. Check this out. Subscribe. ടൂറിസം പോലീസ് എത്തി റോബർട്ടിനെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിന്റെ കണ്ണിനും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അക്രമം നടത്തിയ ജീവനക്കാർക്കെതിരെ പോലീസ് നടപടിയെടുത്തിട്ടില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 വർക്കല. മൂന്നാറിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി മർദ്ദിക്കുകയും മുട്ടുകുത്തി നിർത്തുകയും ചെയ്തതായി പരാതി. വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് തമിഴ്നാട് സ്വദേശികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. സംഭവത്തിൽ 3 യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു.
വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. തമിഴ്നാട് തൃച്ചിയിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന 9 വിദ്യാർത്ഥികളാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോയത്. ഇവർ പള്ളിവാസൽ ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ പോകും വഴി ആറ്റുകാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ല എന്ന കാരണം കൊണ്ട് വാക്കുതർക്കമുണ്ടായി. തുടർന്ന് സഞ്ചാരികളായ വിദ്യാർത്ഥികളെ കല്ലുകൊണ്ട് ക്രൂരമായി ആക്രമിച്ചതായാണ് പരാതി. ആക്രമണത്തിൽ തൃച്ചി സ്വദേശികളായ അരവിന്ദ്, ഗുണശീലൻ എന്നിവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. സഞ്ചാരികളുടെ വാഹനവും തല്ലി തകർത്തു. സഞ്ചാരികളെ മർദ്ദിച്ച് ലയത്തിന്റെ വരാന്തയിൽ മുട്ടുകുത്തി നിർത്തിയതായും പോലീസ് പറയുന്നു. മേഖലയിലെ തൊഴിലാളികൾ എത്തിയാണ് പ്രതികളെ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. വിനോദസഞ്ചാരികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ ഒരു സ്ത്രീ തൊഴിലാളിയാണ് മൊബൈലിൽ പകർത്തിയത്. ദൃശ്യങ്ങളടക്കം ഇവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി. ഇത് ഈ ടൂറിസം മേഖലയിൽ വന്ന് ഗസ്റ്റുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടെങ്കിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇതിന് വധശ്രമത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്ലുകൊണ്ട്, ചെറിയ കല്ലുകൊണ്ട് തലക്കടിച്ച് ആണ് ചെയ്തത്. അപ്പോൾ അതിന് വധശ്രമത്തിൻ്റെ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും. ഇത് നാട്ടുകാർക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഇതൊരു സന്ദേശമായിരിക്കും. കാരണം നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും വിദേശികളും സ്വദേശികളും അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ ഗസ്റ്റുകളിൽ വരുന്നതാണ്. അപ്പോൾ ടൂറിസം മേഖലയിൽ വരുന്ന ഏതൊരു ഇതിനെയും പോലീസ് വളരെ ശക്തമായി തന്നെ മൂന്നാർ പോലീസ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. സംഭവത്തിൽ ആറ്റുകാട് സ്വദേശികളായ കൗശിക്, സുരേന്ദ്രൻ, അരുൺ സൂര്യ എന്നിവർക്കെതിരെ വധശ്രമത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൂന്നാർ SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹത ഏറുകയാണ്. ആരോപണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിക്കുമ്പോഴും തെളിവുകൾ ഇയാൾക്കെതിരായി മാറുന്നു. തനിക്ക് കൈമാറിയത് ചെമ്പുപാളികൾ തന്നെയാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. അതേസമയം വിജയമല്യ ശബരിമലയിൽ കൊടുത്തത് സ്വർണം തന്നെയാണെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘ സെക്രട്ടറി MR സുരേഷ് വർമ്മ വ്യക്തമാക്കി. അതിനിടെ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴിയെടുത്തു. അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് പോറ്റിയുടെ പ്രതികരണം. ശബരിമലയിലെ സ്വർണം കാണാതായതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പമ്പ പോലീസിൽ പരാതി നൽകി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ തനിക്കെതിരെ സാഹചര്യ തെളിവുകൾ ശക്തമാകുമ്പോഴും ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം തനിക്ക് കൈമാറിയത് ചെമ്പുപാളികൾ തന്നെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. മുൻപ് സ്വർണം പൂശിയിരുന്നു എന്നറിയില്ലെന്നും സ്വർണ്ണപ്പാളി പ്രദർശന വസ്തു ആക്കിയിട്ടില്ലെന്നുമാണ് ന്യായീകരണം. സാറേ, ശ്രീകോവിലിൻ്റെ ഡോറ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചതല്ലേ, നിർമ്മിച്ച് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് സാധാരണ ദേവൻ്റേതാകുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ക്ഷേത്രത്തിൽ, ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു. എന്നിട്ട് അത് അവിടെ നിന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാമെന്നല്ലാണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തെറ്റെന്ന് ഈ മാധ്യമങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നു. ശ്രീകോവിലിൻ്റെ ഡോറ് കൊണ്ടുപോകുന്നു, ശബരിമലയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു.
സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ പറയുന്നത്. 40 ദിവസം സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചതിൽ ദുരൂഹതയുണ്ട്. ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വൃത്തിയാക്കിയപ്പോൾ 4 കിലോയിലധികം കുറഞ്ഞു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. വിജയ് മല്യ നൽകിയത് സ്വർണം തന്നെയാണെന്നും MR സുരേഷ് വർമ്മ പറഞ്ഞു. അന്ന് കൊണ്ടുപോയത് ചെമ്പുപാളിയാണെങ്കിൽ അതിനു മുൻപുണ്ടായിരുന്ന സ്വർണം എവിടെയെന്നാണ് ചോദ്യം. അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം 2019 അത് വീണ്ടും കേടായി എന്നുള്ള ഇതിൽ കൊണ്ടുപോയി മദ്രാസിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകും. മദ്രാസിലേക്ക് ഇവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സാധനം 40 ദിവസത്തിന് ശേഷമാണ് അവിടെ കമ്പനിയിൽ ചെല്ലുന്നത്. അദ്ദേഹം 40 ദിവസം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇത് വെച്ചുകൊണ്ടിരുന്നു. അതും വളരെ ദുരൂഹമായ കാര്യമാണ്. കമ്പനി ചെല്ലുമ്പോൾ അവർ പറയുന്നത് അത് ചെമ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വൈരുദ്ധ്യം. അതുപോലെ അവർ പറയുന്നതും ഇത് ക്ലീൻ ചെയ്യുമ്പോൾ 5 കിലോയോളം കുറവ് വരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷെ അതും ഒട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആരോപണങ്ങൾ കടുക്കുമ്പോഴും വ്യക്തമായ മറുപടി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. ദേവസ്വം ബോർഡിന്റെ നടപടികൾ സുതാര്യമാണെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് പറയാനാകില്ല. അറ്റകുറ്റപ്പണിക്കുള്ള വാറണ്ടി സ്പോൺസറുടെ പേരിലായതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതല ഏൽപ്പിച്ചതെന്നും പ്രശാന്ത്. പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല AOയുടെ സാന്നിധ്യത്തിൽ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ, വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിൽ മഹസർ തയ്യാറാക്കി, അവസാനവും മഹസർ തയ്യാറാക്കി, സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിലിരിക്കെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണ്ണം കൊണ്ടുപോയത്. നിങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിടുകയല്ല ഞങ്ങൾ ചെയ്തത്. ദേവസ്വം ബോർഡ് മലക്കം മറിയുമ്പോഴും സത്യാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിളിപ്പിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തികളിലും വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും. തിരുവനന്തപുരത്ത് നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് നൽകിയവരുടെ വിവരങ്ങളും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. കൂടാതെ ബംഗളൂരുവിലും മറ്റും അദ്ദേഹം നടത്തിയ പണപ്പിരിവിനെക്കുറിച്ചുള്ള വിവരങ്ങളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്തെ MDMA വിൽപ്പനയുടെ പ്രധാന കണ്ണിപ്പിടിയിൽ തിരൂർ കന്മനം സ്വദേശി സോനു എന്ന ഷാജഹാനാണ് പിടിയിലായത്. മൽപിടുത്തത്തിനും സിനിമാ സ്ട്രൈക്ക് സംഘട്ടത്തിനും ഒടുവിലാണ് എക്സൈസ് സംഘം പ്രതിയെ പിടികൂടിയത്. സോനുവിനെ കീഴടക്കാനുള്ള ശ്രമത്തിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. മലപ്പുറം ജില്ലയിൽ MDMA വിൽപ്പന നടത്തുന്ന മാഫിയയിലെ പ്രധാന കണ്ണിയായ തിരൂർ കന്മനം സ്വദേശി ആയപ്പറമ്പിൽ സോനു എന്ന ഷാജഹാനെയാണ് എക്സൈസ് സംഘം കീഴടക്കിയത്. 36 വയസ്സുള്ള അക്രമകാരിയായ സോനുവിനെ ഏറെ നേരം നീണ്ട മൽപ്പിടുത്തത്തിനൊടുവിലാണ് എക്സൈസ് കീഴടക്കിയത്. മലപ്പുറം ജില്ലയിലെ MDMA വിൽപ്പന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് സോനുവെന്ന് എക്സൈസ് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ കന്മനത്തെ സോനുവിന്റെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6.5 ഗ്രാം MDMAയും പിടികൂടി. പോലീസിനും എക്സൈസിനും സ്ഥിരം തീരാ തലവേദനയായ സോനുവിന്റെ കന്മനം തെക്കുമുറിയിലെ വീട്ടിൽ കുറ്റിപ്പുറം എക്സൈസ് സംഘം വെള്ളിയാഴ്ച രാവിലെയാണ് എത്തിയത്. ഇതിനിടെ അക്രമകാരിയായ ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സോനുവിന്റെ ആക്രമണത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗണേഷിന് വലതുകൈക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയിൽ നിന്ന് കത്തിയും പിടിച്ചെടുത്തിട്ടുണ്ട്. സോനുവിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുമുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന്
കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഓഫീസർ പറഞ്ഞു. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. പലവിധ പ്രലോഭനങ്ങൾ നൽകി കുട്ടികളെ ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലഹരിക്കടത്തിന് കൊണ്ടുപോയ 3 പേർ അറസ്റ്റിലായി. വാഴയങ്കട സ്വദേശി മുഹമ്മദ് റാഷിദ്, ചെർപ്പുളശ്ശേരി സ്വദേശി വിഷ്ണു, കാറൽമണ്ണ പുതുപ്പഴനി അശ്വിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 3 പേരുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം. പണവും കഞ്ചാവും വാഗ്ദാനം ചെയ്തും ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് കുട്ടികളെ പ്രതികൾ കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. പട്ടാമ്പിയിലെ വീട്ടിൽ വെച്ചും ഒഡീഷയിൽ വെച്ചും പ്രതികൾ കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയതായും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. വാഴയങ്കട സ്വദേശി മുഹമ്മദ് റാഷിദ്, ചെർപ്പുളശ്ശേരി സ്വദേശി വിഷ്ണു, കാറൽമണ്ണ പുതുപ്പഴനി സ്വദേശി അശ്വിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന കാപ്പ പ്രതിയായ മറ്റൊരാൾ ട്രെയിനിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ തമിഴ്നാട്ടിൽ വെച്ച് അറസ്റ്റിലായിരുന്നു. ആലിപ്പുറമ്പ് സ്വദേശിയായ 16-കാരനാണ് പോലീസിൽ പരാതി നൽകിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SI അക്ഷയ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജയൻ, കൃഷ്ണപ്രസാദ്, സൽമാൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. ദൈവത്തിന്റെ സ്വന്തം നാട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്നത് പലപ്പോഴും നല്ല അനുഭവങ്ങളല്ല. ബീഹാർ സ്വദേശി ബിറ്റ്കുമാർ വീട്ടിലേക്ക് അയക്കാൻ കരുതി വെച്ച പണമാണ് കഴിഞ്ഞ ദിവസം കവർച്ച ചെയ്യപ്പെട്ടത്. ഇടുക്കി കുരുവിള സിറ്റിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലായിരുന്നു മോഷണം. പട്ടാപ്പകൽ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ബിറ്റ്കുമാറിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയാണ് അപഹരിച്ചത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. കുരുവിള സിറ്റി സ്വദേശി മടത്തമ്പടിയിൽ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മോഷണം നടന്നത്. ജയപ്രകാശിന്റെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ബീഹാർ സ്വദേശി ബിറ്റ്കുമാർ വീട്ടിലേക്ക് അയക്കാൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കപ്പെട്ടു. तो मैं सोचा कि गिर गया होगा, कोई ताला लगाना भूल गया होगा तो गिर गया होगा, लेकिन देखा जब रूम खोल कर देखा तो पूरा मेरा सामान और बैग खोल के पैसा निकाल लिया 11,000 रुपया और लेकर भाग गया, और कत्ती भी लेके आया था वो कटिंग करने वाला. ബിറ്റ്കുമാറിന്റെ 10,000 രൂപയോളം നഷ്ടമായി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. റൂം കുത്തിപ്പൊളിച്ച് ആ റൂമിലുണ്ടായിരുന്ന 10,000 രൂപയോളം പകൽ 11 മണിയോടുകൂടി മോഷണം പോയി. പരാതി രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അതിന് അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഊർജിതമായിട്ട് അന്വേഷിക്കാം എന്ന് പോലീസ് വാക്ക് തന്നിട്ടുണ്ട്. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിലെ ബസ്സുകളിൽ മോഷണം നടത്താനായി തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക പരിശീലനം നൽകിയാണ് മോഷ്ടാക്കൾ ഇറക്കാറുള്ളത്. സംഘമായി എത്തുന്ന ഇവർ ഒറ്റയ്ക്കും കൂട്ടം ചേർന്നും മോഷണം നടത്തി നാട്ടിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്.
ഇത്തരത്തിലൊരു യുവതി തിരുവനന്തപുരം വട്ടപ്പാറയിൽ KSRTC ബസ്സിൽ മോഷണം നടത്തിയ കേസിൽ പിടിയിലായി. തെങ്കാശി സമീപം സ്വദേശിനി മാരീശ്വരിയാണ് അറസ്റ്റിലായത്. ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ സംഘത്തിലെ കൂടുതൽ പേരുടെ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. നെടുമങ്ങാട് നിന്നും വെമ്പായത്തേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന തേക്കട സ്വദേശി വിജയമ്മയുടെ 1 പവന്റെ മാലയും 2000 രൂപയുമാണ് മോഷണം പോയത്. മോഷണം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിജയമ്മ വട്ടപ്പാറ പോലീസിൽ പരാതി നൽകി. പരാതിക്കാരിയിൽ നിന്നും ലഭിച്ച സൂചനയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോത്തങ്കോട് ഭാഗത്തു നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു. തെങ്കാശി സമയപുരം സ്വദേശിനി മാരീശ്വരിയാണ് അറസ്റ്റിലായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതിയിൽ നിന്നും മാലയും പണവും കണ്ടെത്തി. പ്രതി സമാനമായ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി വട്ടപ്പാറ പോലീസ് പറഞ്ഞു. വട്ടപ്പാറ SHO ശ്രീജിത്ത്, SI ബിനിമോൾ, ASI സനിത, CPO റെജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അടുത്തിടെ തലസ്ഥാനത്ത് നിരവധി മോഷണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാട്ടാക്കടയിലടക്കം ബസ്സുകളിൽ നിന്ന് സ്ത്രീകളുടെ ആഭരണങ്ങളും പണവും കവർന്നിരുന്നു. എന്നാൽ പ്രതികളെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് പരാതി ഉയർന്നിട്ടും പ്രതികളിലേക്ക് പോലീസ് എത്തിയില്ല. വട്ടപ്പാറയിൽ അറസ്റ്റിലായ മാരീശ്വരിയെ ചോദ്യം ചെയ്യുന്നതോടെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ചാ സംഘങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരം ലഭിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് കമ്പനിയുടെ പേരിൽ ആലപ്പുഴ മാവേലിക്കര സ്വദേശിനിയിൽ നിന്നും പണം തട്ടിയ സംഘത്തിലെ 5ാമത്തെ ആളും അറസ്റ്റിൽ. ബംഗളൂരു മുനിയപ്പ കോമ്പൗണ്ട് JP നഗർ സ്വദേശിനിയായ വർഷിനിയെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിയിൽ നിന്നും 9,41,000 രൂപ അയച്ചു വാങ്ങിയ ബാങ്ക് അക്കൗണ്ട് ഉടമയാണ് അറസ്റ്റിലായ പ്രതി. പാലക്കാട് പാമ്പാമ്പള്ളത്ത് 20.72 ഗ്രാം മെത്താഫിറ്റിനുമായി ഒരാൾ പിടിയിൽ. പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് കസ്റ്റഡിയിലായത്. ടോൾ പ്ലാസയ്ക്ക് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ്. കോൺഗ്രസ് പ്രവർത്തക താര ടോജോ അലക്സിന്റെ പരാതിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം കൊച്ചി പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. ഷാജൻ സ്കറിയ, ഗൂഗിൾ CEO സുന്ദർ പിച്ചെ, ഗൂഗിൾ കമ്പനി ഭാരവാഹികളടക്കം 11 പേർക്കെതിരെയാണ് കേസ്. പലരുടെയും അമിത ലഹരി ഉപയോഗം മിക്കപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുക പൊതുസമൂഹത്തിനാണ്. കോട്ടയത്ത് നഗരമധ്യത്തിൽ ലഹരിയിൽ അഴിഞ്ഞാടിയ യുവാക്കൾക്ക് തക്ക ശിക്ഷയാണ് പോലീസ് നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 റോഡിലൂടെ നടന്നു വന്ന 2 യുവാക്കൾ നടുറോഡിൽ ബിയർ കുപ്പി എറിഞ്ഞുടച്ചു. ചില്ല് മുഴുവൻ റോഡിൽ ചിതറി. ആളുകൾ കൂടുന്നത് കണ്ട് യുവാക്കളിൽ ഒരാൾ സ്ഥലം വിടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ഇയാളെ പിടികൂടി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് അടുത്തുള്ള കടയിൽ നിന്ന് ചൂല് വാങ്ങിപ്പിച്ച ശേഷം യുവാക്കളെ കൊണ്ട് റോഡ് അടിച്ചുവാരി വൃത്തിയാക്കിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. കോട്ടയം പോലീസിന്റെ മാതൃകാപരമായ നടപടിക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.